തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പുകൾ ജനാധിപത്യത്തിന്റെ അടിത്തറയാണ്. ജനങ്ങൾ നൽകിയ അധികാരം ഭരണഘടനയും നിയമങ്ങളും അനുസരിച്ച് വിനിയോഗിക്കുമെന്ന് ഉറപ്പു നൽകുന്ന ഒരു ഔപചാരിക പ്രഖ്യാപനമാണ് സത്യപ്രതിജ്ഞ. എന്നാൽ അടുത്തിടെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ചിലർ ദൈവങ്ങളുടെ പേര് പറഞ്ഞ് ഭരണഘടനയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന വാക്കുകളിൽ നിന്ന് വ്യതിചലിച്ച് സത്യപ്രതിജ്ഞ ചെയ്തതിനെ തുടർന്ന് തദ്ദേശ വകുപ്പിലേക്കും സംസ്ഥാന സർക്കാരിലേക്കും പരാതികളുടെ പ്രവാഹം ഉയരുകയാണ്. അതേസമയം പരാതികൾ ഉയർന്നാൽ അയോഗ്യത സംബന്ധിച്ച നടപടികൾ സ്വീകരിക്കാൻ അധികാരമില്ല എന്നാണ് കമ്മീഷന്റെ നിലപാട്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കോടതികളാണെന്ന നിലപാടിലാണ് കമ്മീഷനും തദ്ദേശ വകുപ്പും. സത്യവാചകത്തിൽ ഇല്ലാത്ത പേരുകൾ പറഞ്ഞുള്ള സത്യപ്രതിജ്ഞ നിയമപരമായി നിലനിൽക്കില്ല എന്നാണ് നിയമവൃത്തങ്ങൾ പറയുന്നത്. ആരെങ്കിലും കോടതിയെ സമീപിച്ചാൽ വീണ്ടും യഥാരീതിയിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഉത്തരവുണ്ടാകുമെന്നും സൂചിപ്പിക്കുന്നു. ദൈവനാമത്തിൽ എന്നല്ലാതെ ദൈവങ്ങളുടെയും പേര് പറയാൻ ചട്ടപ്രകാരം അനുവദനീയമല്ല. ആ സാഹചര്യത്തിൽ ഇവരുടെ സത്യപ്രതിജ്ഞ നിയമവിരുദ്ധമാണെന്നാണ് പരാതിയിലുള്ളത്. ഇത് സംബന്ധിച്ച് തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകണമെന്നും ആവശ്യമുണ്ട്. ഇതൊരു വ്യക്തിയുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്നതല്ല, മറിച്ച് ഭരണഘടനയുടെ മേൽക്കോയ്മയും ഭരണത്തിന്റെ മതനിരപേക്ഷ സ്വഭാവവും സംരക്ഷിക്കേണ്ടതിന്റെ അടിയന്തരതയാണ് ഇവിടെ ചർച്ചയാവുന്നത്. ഇന്ത്യൻ ഭരണഘടന വ്യക്തിയുടെ വിശ്വാസത്തിനും ആരാധനാ സ്വാതന്ത്ര്യത്തിനും പൂർണ്ണ സംരക്ഷണം നൽകുന്നുണ്ട്. എന്നാൽ അധികാര പദവി ഏറ്റെടുക്കുമ്പോൾ അത് വ്യക്തിഗത വിശ്വാസത്തിന്റെ വേദിയല്ല, ഭരണഘടനാപരമായ ഉത്തരവാദിത്വത്തിന്റെ നിമിഷമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളും അധ്യക്ഷരും നിയമം നിർദ്ദേശിക്കുന്ന സത്യപ്രതിജ്ഞാ വാചകത്തിൽ ഭരണഘടനയോടും നിയമങ്ങളോടും പ്രതിബദ്ധത പ്രഖ്യാപിക്കേണ്ടതാണ്. അതിൽ ദൈവനാമങ്ങൾ ചേർക്കുകയോ മതചിഹ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുവരികയോ ചെയ്യുന്നത് ഭരണഘടനയുടെ മതനിരപേക്ഷത എന്ന അടിസ്ഥാന തത്വത്തെ വെല്ലുവിളിക്കുന്ന നടപടിയായി മാറും. ഈ വിഷയത്തിൽ വരുന്ന പരാതികൾ ചെറുതായി കാണാൻ കഴിയില്ല. കാരണം തദ്ദേശ സ്ഥാപനങ്ങൾ നേരിട്ട് ജനങ്ങളുടെ ദിനചര്യയെ സ്വാധീനിക്കുന്ന ഭരണകൂടങ്ങളാണ്. റോഡുകൾ മുതൽ കുടിവെള്ളം വരെ, വിദ്യാഭ്യാസം മുതൽ സാമൂഹിക നീതി വരെ എല്ലാം ഇവരുടെ തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഇത്തരത്തിലുള്ള അധികാരങ്ങൾ കൈവശം വെക്കുന്നവർ മതപരമായ ചിഹ്നങ്ങളെയോ വാചകങ്ങളെയോ ഭരണത്തിന്റെ ഭാഗമാക്കുമ്പോൾ അതൊരു പ്രത്യേക വിശ്വാസത്തെ മുൻതൂക്കം നൽകുന്ന സന്ദേശമായി സമൂഹം വായിക്കപ്പെടും. ഇതോടെ ഭരണകൂടത്തിന്റെ നിഷ്പക്ഷതയെക്കുറിച്ചുള്ള സംശയം ജനങ്ങളിൽ വളരും. തദ്ദേശ വകുപ്പിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഉത്തരവാദിത്വം ഇവിടെ നിർണായകമാണ്. നിയമലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ അത് വ്യക്തികളുടെ വികാരങ്ങൾ നോക്കി മറച്ചുവെക്കാനാകില്ല. ഭരണഘടനാപരമായ ചട്ടങ്ങൾ നടപ്പാക്കുന്നത് ഒരു സർക്കാരിന്റെ അടിസ്ഥാന കടമയാണ്. ഇത് ചെറിയ കാര്യമല്ലേ എന്ന നിലപാട് സ്വീകരിച്ചാൽ നാളെ കൂടുതൽ ഗുരുതരമായ ഭരണഘടനാ ലംഘനങ്ങൾക്ക് വഴിയൊരുക്കുന്ന അപകടകരമായ പ്രവണത ഉണ്ടാകും. നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണെന്ന സന്ദേശം വ്യക്തമായി നൽകേണ്ട സമയമാണ്. അതേസമയം ഈ വിഷയത്തെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന പ്രവണതകളും കാണാം. ഒരു വിഭാഗം ഇതിനെ വിശ്വാസത്തിനെതിരായ ആക്രമണമെന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു വിഭാഗം അതിനെ ഉപയോഗിച്ച് ധ്രുവീകരണം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കും. ഇരുവശവും ജനാധിപത്യത്തിന് ഒരേപോലെ അപകടകരമാണ്. യഥാർത്ഥ ചർച്ച മതമോ രാഷ്ട്രീയമോ അല്ല, ഭരണഘടനയോടുള്ള ബഹുമാനവും നിയമാനുസൃത ഭരണവുമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഈ സത്യത്തെ പൊതുസമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. സത്യപ്രതിജ്ഞയുടെ ആത്മാവാണ് ഇവിടെ പ്രധാനപ്പെട്ടത്. അതൊരു ചടങ്ങല്ല, ഒരു ഉത്തരവാദിത്ത പ്രഖ്യാപനമാണ്. ഭരണഘടനയെ മാനിക്കുമെന്നും നിയമങ്ങൾ പാലിക്കുമെന്നും എല്ലാ പൗരന്മാരെയും തുല്യരായി കാണുമെന്നുമുള്ള ഉറപ്പാണ് അതിലൂടെ നൽകുന്നത്. അതിനാൽ തന്നെ വ്യക്തിഗത വിശ്വാസങ്ങൾ വീട്ടിലോ ആരാധനാലയങ്ങളിലോ സൂക്ഷിക്കുമ്പോൾ ഭരണകൂടത്തിന്റെ വേദിയിൽ ഭരണഘടന മാത്രമേ ഉയർന്നു നിൽക്കാവൂ. ഈ രേഖയോടുള്ള പ്രതിബദ്ധതയിൽ ഒരു വിട്ടുവീഴ്ചയും അനുവദിക്കാനാകില്ല. ഇന്ത്യയുടെ ശക്തി അതിന്റെ മതനിരപേക്ഷതയിലും ഭരണഘടനയിലുമാണ്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി അന്നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഒരുപോലെ സംരക്ഷിക്കാനും അവരുടെ ആവശ്യങ്ങളും ന്യായങ്ങളും നടപടികൾ കൈക്കൊള്ളുകയും കേൾക്കുകയും ചെയ്യാനും ബാധ്യസ്ഥരാണ്. അങ്ങനെയുള്ളവർ ജനാധിപത്യത്തെ മുൻനിർത്തി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസൃതമായ തിരഞ്ഞെടുപ്പ് നേരിട്ട അധികാരത്തിൽ വന്നവർ. അങ്ങനെയുള്ളവരാണെങ്കിൽ സത്യപ്രതിജ്ഞ അതേ ഭരണഘടനയെ മുൻനിർത്തിയാവുന്നത് തന്നെയാണ് അതിന്റെ കീഴ്വഴക്കമെന്ന് പറയാതെ വയ്യ. വ്യക്തികളുടെ വിശ്വാസങ്ങൾക്ക് മുകളിൽ ഭരണഘടന നിലകൊള്ളുമ്പോഴാണ് എല്ലാവരും നീതിയും സമത്വവും ഉറപ്പാക്കാൻ കഴിയുന്നത്. തദ്ദേശ ഭരണകൂടങ്ങളിൽ നിന്ന് ആരംഭിച്ച് രാജ്യത്തിന്റെ ഉയർന്ന സ്ഥാപനങ്ങൾ വരെ ഈ തത്വം കാത്തു സൂക്ഷിക്കപ്പെടുന്നു. അതാണ് ജനാധിപത്യത്തിന്റെ യഥാർത്ഥ വിജയം.